ഹായ് ഫ്രണ്ട്സ്, ആരാണ് അരവിന്ദ് കെജ്രിവാൾ? എന്താണ് കെജ്രിവാൾ എന്ന മനുഷ്യൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള പ്രാധാന്യം? മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെൻറ്റിൻ്റെയും CBIയുടെയും വിചാരണയ്ക്ക് ശേഷം ശ്രീ അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലായിരുന്നു. അദ്ദേഹത്തിന് 21 ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കി. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ജയിലിറങ്ങി. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പരിപാടികളുമായിട്ട് അദ്ദേഹം ഡൽഹിയിലുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആരാണ് ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തി? ആ വ്യക്തിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ എത്രത്തോളം ഉണ്ട്? നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ ഇളക്കിമറിച്ച ഒരു വ്യക്തിയാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ. 2011 ഇദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത്. 2011 അണ്ണ ആന്തോളൻ എന്ന അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായി ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയുണ്ടായി. അങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ ജീവിതം, അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം നമുക്ക് ഒഴിവാക്കാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ ജീവിതം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് വിശദമായിട്ട് അവലോകനം ചെയ്തിട്ട് നോക്കാം. ആദ്യം അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അഴിമതിയുടെ കറപുരണ്ട ആ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കണം. അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ മുന്നണി പോരാളിയായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ അവതരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ, ഇന്ത്യൻ സമൂഹത്തിലെ, ഇന്ത്യൻ ഡയസ്പോറയിലെ അഴിമതിയുടെ ആ രംഗം നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കിയാലാണ് നമ്മൾ ഈ ഒരു വ്യക്തിയിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് എത്താൻ സാധിക്കുക. അതുകൊണ്ട് കെജ്രിവാളിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഇന്ത്യൻ അഴിമതിയെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇന്ത്യയിലെ കൊടിയ അഴിമതി പർവ്വത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 2004 ഇലക്ഷൻ വളരെയധികം നിർണായകമായിരുന്നു. കോൺഗ്രസ് കൂട്ടുകക്ഷി ഭരണം വീണ്ടും അധികാരത്തിലെത്തിയ വർഷമാണ് 2004. 2004 പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂട്ടുകക്ഷിയോടൊപ്പം അധികാരത്തിലെത്തുകയും അങ്ങനെ നീണ്ട 5 വർഷത്തോളം അവർ ഭരിക്കുകയും ചെയ്തു. ഈ 2004 കോൺഗ്രസിൻ്റെ ആ ഒരു ഭരണകാലത്ത് തന്നെ ഒട്ടേറെ അഴിമതി കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഈ കൊടിയ അഴിമതികളൊന്നും മതിയാവാതെ ഇന്ത്യൻ ജനത 2009 രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും UPA ഗവൺമെൻറ്റിനെ തന്നെ സെലക്ട് ചെയ്യുന്നു. ഇന്ത്യൻ ജനത വീണ്ടും കോൺഗ്രസ് കൂട്ടുകക്ഷി ഭരണത്തെ തന്നെ ഭരണം ഏൽപ്പിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഈ ഒരു അഴിമതിയുടെ തുടർച്ചയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഴിമതി, ചെറിയ ചെറിയ അഴിമതികൾ പിന്നെ കൊടിയ അഴിമതികളിലേക്ക്, സഹസ്രകോടികളുടെ അഴിമതികളിലേക്ക് നീങ്ങി. ഇന്ത്യ അഴിമതിയുടെ കൂത്തരങ്ങായി മാറി. ഇന്ത്യൻ രാഷ്ട്രീയം അത്രത്തോളം മലീമസമായി. എങ്ങു നോക്കിയാലും ചെറിയ പഞ്ചായത്ത് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ മുതൽ വലിയ രാഷ്ട്രീയ തലങ്ങളിൽ, അതായത് സംസ്ഥാന ഗവൺമെൻറ്, പിന്നീട് അങ്ങോട്ട് കേന്ദ്ര ഗവൺമെൻറ്, അങ്ങനെ സർവ്വമണ്ഡലങ്ങളിലും അഴിമതിയുടെ കൂത്തരങ്ങായി മാറി. ഇങ്ങനെ ഈ ഒരു കൊടിയ അഴിമതിയിൽ മനം മടുത്തിട്ടാണ് ഇന്ത്യൻ ജനതയുടെ ആ ഒരു മനസ്സ് കണ്ടറിഞ്ഞുകൊണ്ട് അണ്ണാ ഹസാരെ എന്ന വയോധികനായിട്ടുള്ള ഗാന്ധിയൻ അണ്ണാ ആന്തോളൻ എന്ന പ്രക്ഷോഭം തുടങ്ങി വയ്ക്കുന്നത്. അദ്ദേഹത്തിന് പിന്തുണയായിട്ട് ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി, ആദർശ് ഹൗസിംഗ് ഫിനാൻസ് അഴിമതി, 2G സ്പെക്ട്രം അഴിമതി, നീര റാഡിയ ടേപ്പ് വിവാദം തുടങ്ങിയ ഒരുപാട് ഒത്തിരി അഴിമതി കേസുകൾ ചെറുതും വലുതുമായിട്ട് ആ ഒരു ഭരണകാലത്താണ് ഉണ്ടാകുന്നത്. ഇതിലെല്ലാം മനമെടുത്താണ് അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ അഴിമതി വിരുദ്ധ ബില്ലിന് വേണ്ടി, ജൻ ലോക്പാൽ ബില്ലിന് വേണ്ടിയിട്ട് ഒരു പ്രക്ഷോഭം നടക്കുന്നത്. ഈ ഒരു പ്രക്ഷോഭം ഇന്ത്യയിലെ യുവത്വം മുഴുവൻ, ഈ അഴിമതിയിൽ മനം മടുത്ത ഇന്ത്യയിലെ യുവത്വം മുഴുവൻ ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത്. ഇത്രയും സമയം നമ്മൾ കേട്ടത് അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരു മനുഷ്യൻ്റെ പോസിറ്റീവ് സൈഡാണ്. ഇനിയൊരു വ്യക്തിക്ക് ഒരു നെഗറ്റീവ് സൈഡ് കൂടിയുണ്ട്. അത് വലിയൊരു ട്വിസ്റ്റാണ്. ആ ഒരു ട്വിസ്റ്റ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും.
അത്രയും വലിയൊരു ട്വിസ്റ്റാണത്. കാരണം ഇത്രയും വലിയ ജനകീയ പിന്തുണയോടെ എല്ലാവരുടെയും മനസ്സിൽ, ഇന്ത്യയിലെ യുവജനങ്ങളുടെ മുഴുവൻ മനസ്സിൽ കുടിയേറിയ അരവിന്ദ് കെജ്രിവാൾ എന്ന അഴിമതി വിരുദ്ധ പോരാട്ടക്കാരൻ, വളരെ വലിയൊരു ആദർശമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്ന മനുഷ്യൻ. ഈ മനുഷ്യൻ നേരെ തിരിഞ്ഞ് ഒരു കോൺട്രവേഴ്സി, ഒരു നെഗറ്റീവ് ഇമേജിലേക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം നമുക്ക്. 2020-2021 കാലഘട്ടങ്ങളിലുണ്ടായ മഹാകർഷക പ്രക്ഷോഭങ്ങൾ, ഈ ഒരു മഹാകർഷക പ്രക്ഷോഭങ്ങളിലാണ് ഇന്ത്യയിൽ വീണ്ടും ഖാലിസ്ഥാനി പതാക കണ്ടെത്തുന്നത്. മഞ്ഞ നിറത്തിലുള്ള അവരുടെ ആ ഖാൽസ, ഒരു ഖാലിസ്ഥാനി പതാക നമ്മൾ വീണ്ടും കണ്ടെത്തുന്നത് ഈ ഒരു കർഷക സമരത്തിലാണ്. ഖാലിസ്ഥാൻ വിഘടനവാദികളുടെ ദേശീയ പതാകയാണത്. പഞ്ചാബ് ഒരു സ്വതന്ത്ര രാജ്യമായി കഴിഞ്ഞാൽ ഉയർത്തേണ്ട, പഞ്ചാബിൻ്റെ പാർലമെൻറ്റിൽ ഉയർത്തേണ്ട ഖാലിസ്ഥാനി പതാകയുടെ ദൃശ്യം നമ്മൾ ഈ ഒരു കർഷക സമരത്തിലാണ് വീണ്ടും നമ്മൾ കാണുന്നത്. പാകിസ്ഥാൻ അനുകൂലമായിട്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരുപാട് പ്രതികരണങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻ ബാലാക്കോട്ടിൽ നടന്ന സമയത്ത് ഈ ഒരു ഓപ്പറേഷനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ പൊതുജന സമക്ഷം തെളിവുകളോടെ സമർപ്പിക്കണമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ അവകാശപ്പെടുന്നത്. അദ്ദേഹം മീഡിയകൾക്ക് മുന്നിൽ പറയുകയാണ്, ഇന്ത്യ ഗവൺമെൻറ് ബാലാക്കോട്ടിൽ നടത്തിയ ആ ഒരു ആക്രമണത്തെക്കുറിച്ചുള്ള മുഴുവൻ തെളിവുകളും പൊതുജന സമക്ഷം കാണിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഇത്രയും പരമരഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട ഇന്ത്യൻ പ്രതിരോധ രഹസ്യങ്ങൾ മുഴുവൻ ജനങ്ങളുടെയും ലോകത്തിനു മുന്നിൽ ലോകത്തിലെ എല്ലാ ജനങ്ങളും കാണട്ടെ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇത് നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഡൽഹിയിലെ JNU സർവകലാശാലയിൽ നടക്കുന്ന ഒട്ടേറെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരു സപ്പോർട്ടീവായിട്ട് അരവിന്ദ് കെജ്രിവാൾ നിൽക്കുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നടന്ന രാജ്യവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വളരെയേറെ ഊർജ്ജം നൽകാൻ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ഒരുപാട് വ്യക്തികൾ മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാം. ഏറ്റവും വലിയൊരു വൈരുദ്ധ്യമാണ് അഴിമതിക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് അഴിമതി വിരുദ്ധ പാർട്ടി എന്ന ഒരു ലേബലിൽ വന്ന ഒരു പാർട്ടി തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസിലാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാവുന്നത്. ഇന്ത്യൻ ജനതയുടെ മുഴുവൻ പ്രതീക്ഷയായി മാറിയ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി പിന്നീട് അഴിമതിയുടെ ഒരു കാണാക്കയത്തിലേക്ക് മുങ്ങിത്താഴുന്ന വലിയൊരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇതും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ വലിയ ഒരു വിരോധാഭാസമായി മാറുന്നത് നമുക്ക് കാണാം. മദ്യപാനികളെ വളരെയേറെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു 2021 നവംബർ 17 ഡൽഹിയിൽ നിയമത്തിൽ വന്ന മദ്യനയം. ഈ ഒരു മദ്യനയം സ്വകാര്യ മദ്യലോബികളെ ഒരുപാട് സന്തോഷിപ്പിക്കുകയും ഇങ്ങനൊരു മത്സരബുദ്ധി അവരുടെ ഇടയിൽ വരികയും അങ്ങനെ മദ്യത്തിൻ്റെ വില വളരെയേറെ കുറയുകയും ഒരു കുപ്പി മദ്യത്തിന് ഒരു കുപ്പി മദ്യം ഫ്രീ, അങ്ങനെ ഒരു നിലപാടിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ ഇത് കോടികൾ മറിഞ്ഞ അഴിമതിയാണ് പുതിയ മദ്യനയമെന്ന് അന്നത്തെ ചീഫ് സെക്രട്ടറി നരേഷ് കുമാർ ഡൽഹി ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് പരാതി നൽകുകയുണ്ടായി. അരവിന്ദ് കെജ്രിവാളിൻ്റെ തുടക്കം മുതലേയുള്ള ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അണ്ണാ ഹസാരെയുടെ സമരപ്പന്തലിലേക്ക് അദ്ദേഹം തള്ളിക്കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം അദ്ദേഹം ആ ഒരു സമരത്തിൻ്റെ വലിയ ഒരു പോർമുനയായിട്ട് മാറുകയാണ് നാം കാണുന്നത്. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം അതിനകത്തേക്ക് തള്ളിക്കയറുകയാണ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം വളരെയധികം ജനകീയനാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് വിദേശ ശക്തികൾ ഇന്ത്യയുടെ വളർച്ചയെ വല്ലാതെ ഭയക്കുന്നുണ്ട്. സോറസിനെ പോലെയുള്ളവർ മോദി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാനും അങ്ങനെ ഇന്ത്യയെ ആ പഴയ അഴിമതിയുടെ ആ ഒരു കൂത്തരങ്ങായി കാണാനുമുള്ള ഒരു പ്രവർത്തനമാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ചില ഏജൻറ്റുകളെയാണ് അവർ കെട്ടിയിറക്കി വിടുന്നത്. അയോധ്യയിലെ ശ്രീരാമപ്രതിഷ്ഠ ഡൽഹിയിലും ആഘോഷിക്കപ്പെട്ടു. അങ്ങനെയാണ് കെജ്രിവാൾ ഒരു ഹിന്ദു രാഷ്ട്രീയം കളിക്കുന്നത്. ഹിന്ദു രാഷ്ട്രീയത്തിലും താൻ അജയ്യനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഹിന്ദു രാഷ്ട്രീയവുമായിട്ട് പുറത്തു വരുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ്. താങ്ക് യു.